കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആഗോളവൽക്കരണ നയങ്ങൾ ഇത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം അതിനാണ് തടസ്സം സൃഷ്ടിക്കുന്നത്. മാത്രമല്ല ഫെഡറലിസത്തെ തകർക്കാനും ഉതകുന്നതാണ്. നമ്മുടെ പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നായി പാർലമെന്റ് നിലനിൽക്കുന്നു എന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന പാർലമെന്ററി സംവിധാനം സംഘപരിവാറിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവർ അംഗീകരിക്കുന്നില്ല. അവര് പ്രസിഡൻഷ്യൽ സംവിധാനം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോ ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, അതെല്ലാം ഇതിൻ്റെ ഭാഗമായുള്ള മുദ്രാവാക്യമാണ് എന്ന് നാം കാണണം. ഇവിടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെക്കുറിച്ച് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞ കാര്യം, ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെ മാറ്റാനാവില്ല. അതാണ് സുപ്രീം കോടതിയുടെ 13 അംഗ ഭരണഘടനാ ബെഞ്ച് കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയിൽ എടുത്തു പറഞ്ഞ കാര്യം. അപ്പോ രാജ്യത്തിന്റെ ഭരണഘടനയെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ തകർക്കൽ എളുപ്പമല്ല. ഇത് മറികടക്കണം. അതാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത്. അതിന് ജഡ്ജിമാരുടെ നിയമനം തന്നെ കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായും നടത്താനാവണം. അതിനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്നത്. അതിനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.